ഹായ് ഹലോ ദിസ് മിസ് ഓയിലി ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബിഗിനേഴ്സിൻ്റെ കയ്യിൽ അത്യാവശ്യം മോഡേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി കുറച്ച് ബ്രായുടെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് തരം ബ്രാസ് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒടുക്കത്തെ വിലയാണ്. ഇപ്പോൾ ഓരോ മോഡേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ഇടാനായിട്ട് ഓരോരോ ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ബ്രാ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു 3000 രൂപ അതിന് വേണ്ടി മാത്രം ചിലവാകും. പിന്നെ മോഡേൺ ഔട്ട്ഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിന് മോഡേൺ ആയിട്ടൊക്കെ ഇത്തിരി ഡ്രസ്സ് ധരിക്കണം എന്ന ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോഴേ ഈ 3000 രൂപ തീരും. പിന്നെ ഈ പാഡ്സിന് വേണ്ടി മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നേരം നോക്കുമ്പോഴത്തേന് കയ്യിൽ പൈസയും കാണത്തില്ല. അപ്പോൾ കയ്യിൽ ഒരുപാട് ചിക്കിലൊന്നും ഇതിന് വേണ്ടിയിട്ട് ഇറക്കാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ കൂടിയാണിത്. നമുക്ക് മെയിൻലി 2 തരം ബ്രായുടെ ആവശ്യമേ ഉള്ളൂ. ഒന്ന് പാഡഡും ഒന്ന് നോൺ പാഡഡും. ഈ പാഡഡ് ബ്രാ തന്നെ ഒരുപാട് ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നോൺ പാഡഡ് നോക്കുമ്പോൾ അത് വീട്ടിലിടാനൊക്കെ ആയിട്ടായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. മോഡേൺ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇടുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഈ ബ്രാ ലൈൻ കാണുന്നു, ബ്രായുടെ സ്ട്രാപ്പ് കാണുന്നു എന്നുള്ള പ്രശ്നം. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇങ്ങനത്തെ പാഡഡ് ബ്രാ. ഇത് നോക്കുകയാണെങ്കിൽ ടീഷർട്ട് ബ്രാ കൂടെയാണ്. അതായത് ടീഷർട്ടിന്റെ കൂടെ ഇടുമ്പോൾ ഇതിന്റെ ഈ ബ്രാ ലൈൻ കാണത്തില്ല. മാത്രമല്ല നോക്കുകയാണെങ്കിൽ ഇതിന്റെ സ്ട്രാപ്പ് വന്നിട്ട് ഭയങ്കര തിൻ സ്ട്രാപ്പാണ്. അപ്പോഴത്തേനും നമ്മൾ ഇടുമ്പോഴത്തേനാണെങ്കിലും ഈ സ്ട്രാപ്പ് പുറത്തോട്ട് വന്ന് കൈയൊന്നും ഈ ബ്രായുടെ കൈയൊന്നും കാണത്തില്ല. ഇങ്ങനത്തെ തിൻ ബ്രാ സ്ട്രാപ്പ് വരുന്ന ബ്രായുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ബാക്കിൽ നല്ല വീതിയായിരിക്കും. അതുകൊണ്ട് തന്നെ ബാക്ക് നല്ല ഇറങ്ങി കിടക്കും ഈ ബ്രായുടെ. ഇപ്പോൾ ലോവർ നെക്ക് ലൈൻ ഒക്കെ വരുമ്പോഴത്തേനും ബ്രായുടെ ബാക്ക് ഭാഗവും കാണാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. ടീഷർട്ട് ബ്രാ കൂടുതൽ ഇടുന്നത് നമ്മുടെ ബനിയൻ മോഡൽ മെറ്റീരിയലിലൊക്കെ ഇടുന്ന സമയത്ത് ബ്രാ ലൈൻ കാണാതിരിക്കാനൊക്കെയാണ് കൂടുതൽ ഈ മോഡൽ ബ്രാസ് യൂസ് ചെയ്യുന്നത്. അല്ലാത്തതിന്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റും. ഭയങ്കര വൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ്, ബാക്കിലൊക്കെ നല്ല ലോവർ ആയിട്ടാണ് നെക്ക് ലൈൻ കിടക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഉള്ള ഡ്രസ്സിന്റെ കൂടെയൊക്കെ ഇടാൻ ഇത് നല്ല സ്യൂട്ടബിൾ ആയിരിക്കും. കാരണം ഇത് വന്നിട്ട് ഇതിന്റെ ബാക്ക് വന്നിട്ട് നല്ല വീതി കാണും ഓട്ടോമാറ്റിക്കലി. അതുകൊണ്ട് തന്നെ ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ബാക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റൻസ് കാണും. ഇത് നോക്കുകയാണെങ്കിൽ ബ്രാൻഡല്ല, ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിയ ബ്രായാണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡിറ്റാച്ചബിൾ ആണ്. ഈ കൈയുടെ അവിടെ വന്നിട്ട് നമുക്കിതിങ്ങനെ ഊരി മാറ്റാൻ പറ്റും. ഇതുപോലെ നമുക്കിങ്ങനെ ഇളക്കി മാറ്റാൻ പറ്റും. ഈ ഭാഗം മൊത്തത്തിൽ ഈ സ്ട്രാപ്പ് നമുക്ക് ഇളക്കി മാറ്റിയിട്ട് അതിൻ്റെ കൂടെ ട്രാൻസ്പാരൻറ്റ് സ്ട്രാപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇത് ഇളക്കി മാറ്റിയിട്ട് ഈ ഭാഗത്ത് ആ ട്രാൻസ്പാരൻറ്റ് കൈ സ്ട്രാപ്പ് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഈ ട്രാൻസ്പാരൻറ്റ് സ്ട്രാപ്പ് അധികം റെക്കമെൻഡ് ചെയ്യില്ല. ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രാപ്പ് കണക്കിരിക്കുക. അപ്പോഴത്തേനും നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴൊന്നും അറിയത്തില്ല അവിടെ സ്ട്രാപ്പ് ഉണ്ടെന്നൊന്നും അറിയത്തില്ല. അത് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല. കാരണം 2-3 വാഷ് കഴിയുമ്പോൾ തന്നെ അത് ഒരു മഞ്ഞ കളറാവും. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമേ ഒരു മഞ്ഞ കളറാവും. പിന്നെ അത് ഒരു യൂസിനും കൊള്ളത്തില്ല. നമ്മൾ ഇടുമ്പോഴൊക്കെ എവിടെ നിന്നാലും അറിയാൻ വെക്കും. ട്രാൻസ്പാരൻറ്റ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അത്ര ട്രാൻസ്പാരൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ദൂരെ നോക്കുമ്പോൾ പെട്ടൊക്കെ അടിച്ചാൽ ഈ സ്ട്രാപ്പ് കിടന്ന് തിളങ്ങും. അപ്പോൾ നമ്മൾ ഈ സ്ട്രാപ്പ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതിനേക്കാളും നല്ലത് സ്ട്രാപ്പ് ഇല്ലാത്ത സ്ട്രാപ്പ്ലെസ് ബ്രാ വാങ്ങിച്ച് യൂസ് ചെയ്യണതാണ്. പക്ഷേ രണ്ടിനും കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടീഷർട്ട് ബ്രായിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടിനും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ടീഷർട്ട് ബ്രായ്ക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ബ്രായാണ് സ്പോർട്സ് ബ്രാ. നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ആളാണ്, അപ്പോൾ നിങ്ങൾക്ക് ടീഷർട്ട് ബ്രായും സ്പോർട്സ് ബ്രായും ഒക്കെ കൂടെ വാങ്ങിക്കാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പോർട്സ് ബ്രായിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കോംബോ പാക്കായിട്ട് ഒരുപാട് സ്പോർട്സ് ബ്രാ അവൈലബിൾ ആണ്. 2-3 ഒക്കെ ഒരുമിച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടീഷർട്ടിൻ്റെ കൂടെ ഇടാം. സ്പോർട്സ് ജിമ്മിലൊക്കെ പോകുമ്പോൾ അവിടെ ഇടാൻ പറ്റും. പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആർട്സിനും സ്പോർട്സിനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണ്ട ഒരു ബ്രായാണിത്. നോക്കുകയാണെങ്കിൽ ഒരു ക്രോപ്പ് ടോപ്പ് പോലെയൊക്കെ വരുന്നുള്ളൂ. ഒരു ബ്രായുടെ ലുക്കൊന്നും ഇതിനില്ല. പിന്നെ സ്ട്രാപ്പ് നോക്കുകയാണെങ്കിൽ ടീഷർട്ട് ബ്രാ പോലെ തന്നെ തിൻ സ്ട്രാപ്പാണ് വരുന്നത്. പാഡഡും ആണ്. നെക്ക് ലൈൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു നെക്ക് ലൈൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടീഷർട്ടിന്റെ അടിയിൽ ഇട്ടാലൊന്നും ഇത് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ടീഷർട്ട് ബ്രാന് പകരമായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ബോട്ടം പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു സപ്പോർട്ടും കിട്ടും. ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ നല്ലൊരു സപ്പോർട്ടും കിട്ടും. ഒരു ഏരിയയിൽ വന്നിട്ട് നല്ല ഫിറ്റ് ആയിട്ട് കിടക്കും ഈ ഒരു ബ്രാ. അതുകൊണ്ടാണല്ലോ ഇനി സ്പോർട്സ് ബ്രാ എന്ന് വിളിക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ച കോംബോ ആയിട്ടാണ് വരുന്നത്. 3 ഉള്ള ഒരു കോംബോ. ഇത് ആമസോണിലും മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ്. ഓഫ്ലൈനായിട്ട് സ്പോർട്സ് ബ്രാ ഒക്കെ വാങ്ങാൻ കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഏത് ടൈപ്പ് ബ്രാ വാങ്ങിയാലും ഇങ്ങനത്തെ തിൻ സ്ട്രാപ്പ് ഉള്ളത് നോക്കി വാങ്ങുക. അതാകുമ്പോൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും. ഇപ്പോൾ വൈഡിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഇടാനൊക്കെ പറ്റും. അടുത്തത് വരുന്നത് ഇതുപോലത്തെ പുഷപ്പ് ബ്രായാണ്. ഇത് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഈ ബ്രസ്റ്റൊക്കെ സാഗിങ് ഉള്ളവർക്ക്, അതായത് തൂങ്ങിക്കിടക്കുന്ന ബ്രസ്റ്റൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്രായാണിത്. ഇത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ പാഡ് വരുന്നുണ്ട്. ബാക്കിൽ ഇങ്ങനെ പ്രത്യേകതരം ഒരു പാഡാണ് വരുന്നത്. അതായത് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഈ പാഡ് വരുന്നത്. ഈ പാഡ് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. അപ്പോഴത്തേനും നമ്മളെ ബ്രസ്റ്റ് കുറച്ചൊന്ന് പുഷ് ചെയ്ത് ഇങ്ങനെ വെക്കാനായിട്ട് ഒരു ബ്രാ ഹെൽപ്പ് ചെയ്യും. ഇത് ടീഷർട്ടിന്റെ അടിയിൽ ഇടാൻ കൊള്ളത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ നെക്ക് ലൈന് നന്നായിട്ട് ടീഷർട്ടിന്റെ അടിയിൽ വിസിബിൾ ആവും. അതുകൊണ്ട് ഇത് ടീഷർട്ടിന്റെ കൂടെ ഇടാൻ പറ്റില്ല. അല്ലാത്ത ഡ്രസ്സിന്റെ കൂടെയൊക്കെ ഇടാൻ ഓക്കെയാണ്. ഇതുപോലത്തെ കളർഫുൾ സാധനമൊക്കെ വാങ്ങിച്ചാൽ ഉപയോഗം എന്ന് വെച്ചാൽ അഥവാ ഈ സ്ട്രാപ്പൊക്കെ പുറത്തോട്ട് കണ്ടാൽ നല്ല ഭംഗിക്കൊക്കെ ഇരുന്നോളും.
ഡ്രസ്സാണെന്നേ പറയത്തുള്ളൂ. പിന്നെ ഈ ബിക്കിനിയൊക്കെ ഇടാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഈ സെയിം സാധനം തന്നെ നമുക്ക് ബിക്കിനിയുടെ ടോപ്പ് പാർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇല്ല ബിക്കിനി ഇടാൻ പറ്റത്തില്ല, കുറച്ചും കൂടെ കവറേജ് വേണമെങ്കിൽ ഇത് അടിയിലിട്ടിട്ട് പുറത്തൊരു ക്രോപ്പ് ടോപ്പും കൂടെ ഇട്ടാൽ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ലുക്ക് കിട്ടും ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ. ഈ ഒരു പുഷപ്പ് ബ്രാ ഞാൻ സിവാമയെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. എത്ര രൂപയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കുറേ വർഷമായി, 2-3 വർഷമായി വാങ്ങിച്ചിട്ട് ഇതുവരെയും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. നല്ല ക്വാളിറ്റിയാണ്, കഴുകിയാലൊന്നും ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു. ഇത് എന്തുവാണെന്ന് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന നിപ്പിൾ കവേഴ്സ് ആണ്. ഇങ്ങനത്തെ ഒരു സാധനം അതിൽ നിന്ന് ഈ സ്റ്റിക്കർ ഇളക്കിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. അതായത് ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മളിപ്പം പാഡഡ് ബ്രാ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ നിപ്പിൾസ് വിസിബിൾ ആയിരിക്കത്തില്ലേ, അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ പുറത്തൊക്കെ പെട്ടെന്ന് പോവുകയാണ്, ഇപ്പം നിപ്പിൾസ് ഒക്കെ പെട്ടെന്ന് വിസിബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഇങ്ങനെ ഇതുപോലെ ഇവിടെ നിന്ന് ഇളക്കി കൊടുക്കാൻ പറ്റും. ഇവിടെ പശയുണ്ട്, എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പം നിപ്പിൾസ് വിസിബിൾ ആവില്ല. പക്ഷെ ഇത് ബ്രായുടെ അടിയിലാണ് വെക്കാനുള്ളത്. ഇത് മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. ഇത് മാത്രം വെക്കുമ്പോഴത്തേനും നമുക്ക് ബ്രായ്ക്ക് ഒരു സപ്പോർട്ടോ ഒന്നും കിട്ടത്തില്ലല്ലോ. ഓടയാലും ചാടിയാലും ഒക്കെ ഇതൊക്കെ കടന്നിങ്ങനെ കുലുങ്ങും. അപ്പം അതത്ര ഭംഗിയും വൃത്തിയൊന്നും കാണത്തില്ലല്ലോ. അപ്പം ഇത് ബ്രായുടെ അടിയിലാണ് ഇടാനുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് നോൺ പാഡഡ് ആയിട്ടുള്ള ബ്രാ ഇടാന്നുള്ളതേ ഉള്ളൂ. പാഡഡ് ബ്രായ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പാഡഡ് ബ്രാ വെച്ചാൽ നിപ്പിൾസ് ഒന്നും കാണത്തൊന്നുമില്ല. അപ്പോൾ പാഡഡ് ബ്രാ അത്രയേ ഉള്ളൂ. പാഡഡ് ബ്രാസ് വെച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ നിപ്പിൾസ് ഒന്നും ഒട്ടും തന്നെ പുറത്ത് കാണത്തില്ല. പിന്നെ ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ബ്രസ്റ്റ് ഒന്നും അധികം കിടന്ന് കുലുങ്ങത്തൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് കിട്ടും. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ഈ ഒരു നോൺ പാഡഡ് ബ്രാ ആണ്. നോൺ പാഡഡ് ബ്രാ എടുക്കുമ്പോൾ എപ്പോഴും 2 ലെയർ ഉള്ള ഒരു നോൺ പാഡഡ് ബ്രാ തന്നെ എടുക്കുക. പുറത്തിടുന്നതാണെങ്കിൽ ഇതുപോലെ 2 ലെയർ ഉള്ളൊരു നോൺ പാഡഡ് ബ്രാ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളത് ഇട്ടാലേ നിപ്പിൾസ് ഒന്നും പുറത്ത് കാണാതിരിക്കുകയുള്ളൂ. ഇനി ചിലപ്പോഴൊക്കെ ഡബിൾ ലെയർ ഉള്ളത് ഇട്ടാലും നിപ്പിൾസ് ഒക്കെ പുറത്ത് കാണും. അത് ഡിപ്പെൻഡ്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതിന്റെ സ്ട്രാപ്പ് അത്ര തിന്നൊന്നുമല്ല, കുറച്ചും കൂടെ കട്ടിയുള്ള സ്ട്രാപ്പാണ്. ഇങ്ങനത്തത് എടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ചും കൂടെ തിൻ സ്ട്രാപ്പ് വരുന്നത് നോക്കിയിട്ട് എടുക്കണം. എങ്കിലും നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഡ്രസ്സിന്റെ കൂടെ ഒക്കെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പറഞ്ഞ ടീഷർട്ട് ബ്രായിൽ നമുക്ക് പാഡില്ലാത്ത ബ്രാ കിട്ടും, സ്പോർട്സ് ബ്രായിലും പാഡില്ലാത്ത ബ്രാ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പാഡുള്ള ബ്രാ വേണ്ട, കുറച്ച് ബ്രസ്റ്റ് സൈസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നോൺ പാഡഡ് ആയിട്ടുള്ള ടീഷർട്ട് ബ്രായും സ്പോർട്സ് ബ്രായും ഒക്കെ കിട്ടും. പക്ഷെ പുഷപ്പ് ബ്രാ എപ്പോഴും പാഡുള്ളതേ കിട്ടത്തുള്ളൂ. ഈ ഒരു നോൺ പാഡഡ് ബ്രാ വന്നിട്ട് ജോക്കി ബ്രാൻഡാണ്. ഇതാണെങ്കിൽ ടീഷർട്ടിന്റെ കൂടെ ഇടാൻ പറ്റില്ല, കാരണം ഇതിന്റെ നെക്ക് ലൈൻ വന്നിട്ട് ഭയങ്കര തിക്കാണ്. ഇതുപോലെ തിക്ക് നെക്ക് ലൈൻ ഉള്ള ഒരു ബ്രായും നമുക്ക് ടീഷർട്ടിന്റെ കൂടെ ഇടാൻ പറ്റില്ല, കാരണം ആ നെക്ക് ലൈൻ ഭയങ്കരമായിട്ട് വിസിബിൾ ആകും. അപ്പോൾ തിൻ നെക്ക് ലൈൻ ആയിട്ടുള്ള സാധനം വന്നിട്ട് നമ്മൾ ടീഷർട്ടിന്റെ അടിയിലിടണം. ഭയങ്കര കൺഫ്യൂസിങ് ആണെങ്കിൽ അതൊന്നും വേണ്ട, ഓൺലൈനിൽ കയറിയിട്ട് ടീഷർട്ട് ബ്രാ എന്ന് അടിച്ചു വയ്ക്കാൻ മതി. അപ്പോൾ കിട്ടുന്നതെല്ലാം നമുക്ക് ടീഷർട്ടിന്റെ അടിയിലിടാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അതിൽ പാഡ് ഉള്ളത് വേണോ പാഡില്ലാത്തത് വേണോ എന്ന് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ തീരുമാനമാണ്. അങ്ങനെയുള്ള പാഡ്സ് ഇടുമ്പോൾ നിപ്പിൾസ് കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിപ്പിൾസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നിപ്പിൾ സ്ട്രാപ്പ് അല്ലെങ്കിൽ നിപ്പിൾ സ്റ്റിക്കർ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. സിവാമയെന്നാണ് നിങ്ങൾ ആ ഒരു ബ്രാ വാങ്ങുന്നതെങ്കിൽ, ഏതൊരു ബ്രാ വാങ്ങിച്ചാലും ഇത് ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നണേ. ഞാനൊരു 2-3 വർഷം മുന്നേ വാങ്ങിച്ചതിന് ഇപ്പം അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് ഫ്രീ എന്നൊന്നും എഴുതി കാണിച്ചിട്ടല്ല ഇത് വന്നത്. ഓട്ടോമാറ്റിക്കലി എനിക്ക് ആ ബ്രാ വന്നപ്പോൾ കൂടെ ഇതും കൂടെ ഉണ്ടായിരുന്നു, അല്ലാണ്ട് ആ ഒരു കോംബോ പാക്ക് ആയിട്ടൊന്നും അല്ല ഇതുണ്ടായിരുന്നു. ഒട്ടും തന്നെ കയ്യിൽ പൈസയില്ല, പക്ഷേ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേനും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബ്രായൊക്കെ ഇടണം, അതിന് പറ്റുന്ന ബ്രായൊക്കെ ഇടണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ശരിക്കും ഇത്ര ബ്രായൊന്നുമല്ല, നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ബ്രായൊക്കെ അവൈലബിൾ ആണ്. മറ്റേ സ്റ്റിക്ക് ഓൺ ബ്രാ, ന്യൂഡ് ബ്രാ, സ്ട്രാപ്ലെസ് ബ്രാ, അങ്ങനെ കുറേ ബ്രാസ് അവൈലബിൾ ആണ്. അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. ഇത് അത്യാവശ്യം ഒരു മോഡറേറ്റ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന തരം ബ്രാസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ ഭയങ്കര ലോവർ നെക്ക് ലൈൻ, ബാക്ക്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ്, ലോ ഷോൾഡർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഈ തരം ബ്രാസ് പറ്റത്തില്ല. അപ്പോഴത്തേനും നമുക്ക് സ്ട്രാപ്ലെസ് ബ്രായും ന്യൂഡ് ബ്രായും അതിൻ്റെയൊക്കെ ആവശ്യം വരും. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ബ്രാസ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പിന്നെ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു, അപ്പോൾ ആ മോക്ക് ഡൗട്ട് എല്ലാം ക്ലാരിഫൈ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറി വേറെയും വീഡിയോസ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആ വീഡിയോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനൽ കണ്ടിന്യൂ ചെയ്ത് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കൂടെ കൂടിക്കോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.